ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെൽത്തി പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പുട്ട് രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ഒരു ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ബിപിയും ഷുഗറും ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ ഈ ഒരു രീതിയിൽ പുട്ടുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ. എങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ഹെൽത്തി പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു അളവ് കപ്പിന് 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. തരിതരിയായിട്ടുള്ള പാക്കറ്റിൻ്റെ പുട്ടുപൊടി കിട്ടുമല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു അളവ് കപ്പിന് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 1 കപ്പ് പുട്ടുപൊടി എടുത്തത് കൊണ്ടാണ് 1 കപ്പ് അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഈ ഒരു പുട്ടുപൊടി ഒന്ന് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഈ ഒരു പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയി കിട്ടും. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില, ഒരു 3-4 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു സവാള പകുതിയാണ് എടുത്തിരിക്കുന്നത്. വലിയൊരു സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് അരിഞ്ഞ് ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പച്ചമുളകൊക്കെ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ളത് കൊണ്ട് 2 ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം, അതല്ലെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് പച്ചച്ചീരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വലിയ തണ്ടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അരിഞ്ഞ് നമ്മൾ ആ ഇലയൊക്കെ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് ആ പച്ചച്ചുവയൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പുട്ടുപൊടിയിലേക്ക് 1 കപ്പ് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കല്ലേ. കാര്യം ഈ ഇലയും കൂടെ ചേർത്ത് വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളമായി പോയാൽ ഇതങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് കുറച്ച് അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് ഞാൻ മിക്സിയുടെ വലിയൊരു ജാറിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഒരുപാട് സമയമായിട്ട് കറക്കിയെടുക്കേണ്ട കാര്യമില്ല. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ നമുക്കൊന്ന് കറക്കിയെടുക്കാം. അങ്ങനെ മുഴുവനും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും കൂടിയിട്ടില്ല. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് കൂടുതൽ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. തേങ്ങയോട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു പുട്ടിന് ടേസ്റ്റ് കൂടുന്നതും. പിന്നെ ചീര ചേർത്ത് കൊടുത്തതുകൊണ്ട് നല്ലൊരു ഹെൽത്തി പുട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ് നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. കുട്ടികളൊക്കെ ചീരയൊക്കെ കഴിക്കാത്തവരുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിള്ളേരുടെ വയറ്റിലും ചെല്ലും, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. അപ്പം ചീരയുടെ ഗുണങ്ങളെപ്പറ്റി ഒന്നും പറയാതെ തന്നെ ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് നമ്മുടെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു പുട്ട് കഴിക്കുമ്പോൾ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ മുളകൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ചെറിയൊരു എരിവൊക്കെ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ മാത്രം അല്പം കറിയൊക്കെ ചേർത്ത് കഴിക്കാം. പിന്നെ പുട്ടും കടലയും പുട്ടും പഴവും പുട്ടും പപ്പടവും ഒക്കെ ചേർത്ത് കഴിക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെയൊക്കെ ഇഷ്ടം അനുസരിച്ചിട്ട് കഴിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ വെച്ച് കൊടുത്തത് നന്നായിട്ട് ആവി കയറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ നമ്മൾ പുട്ടുണ്ടാക്കി, ഇനി അടുത്തതുകൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനെടുത്ത ആ ഒരു പുട്ടുപൊടിയുടെ അളവനുസരിച്ച് എനിക്കിവിടെ 2 പുട്ടാണ് തയ്യാറാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസി അല്ലേ തയ്യാറാക്കാനായിട്ട്, വളരെ ഹെൽത്തിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിലുള്ള അമ്മമാരൊക്കെ കാണുമല്ലോ ഈ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർക്ക്, അവർക്കൊക്കെ ഇതുപോലെ ഇരുന്ന് പുട്ടൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പുട്ടെന്ന് പറയുന്നത് അല്ലേ. പുട്ട് ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്ത ആരും കാണത്തില്ല. കാര്യം വളരെ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതുപോലെ തന്നെ പുട്ട് ഇഷ്ടമല്ലാത്ത മലയാളികൾ കാണത്തേയില്ല. പുട്ടും കടലയെന്ന് പറയുമ്പോൾ നമുക്കൊരു വീക്ക്നെസ്സാണ് വല്ലാത്തല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.